സംസ്ഥാനത്ത് തന്നെ ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന അപൂർവം റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് ചേർത്തല. ദേശീയപാത വീതി കൂടുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെയും നഗരത്തിന്റെയും സുഗമമായ ഗതാഗതം ഉറപ്പിക്കാൻ ഉയരപ്പാത നിർമ്മിക്കണമെന്നായിരുന്നു ജനങ്ങളുടെ പ്രധാന ആവശ്യം. എന്നാൽ തുടക്കം മുതൽ രൂപരേഖയിലുണ്ടായ അപാകതകൾ പരിഹരിക്കാൻ തയ്യാറാകാതെ എങ്ങനെയെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കി തടിയൂരാനാണ് ദേശീയപാത അതോറിറ്റി ശ്രമിക്കുന്നത്. നിലവിൽ റെയിൽവേ സ്റ്റേഷന്റെ തെക്കുഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥിതിയാണ്. ഇതിനിടയിലാണ് റെയിൽവേയുടെ ഭൂമിയിൽ ഇറങ്ങുന്ന രീതിയിൽ അപ്രതീക്ഷിതമായി മേൽനടപ്പാതയുടെ നിർമ്മാണം അതോറിറ്റി ആരംഭിച്ചത്. അപാകതകൾ മറച്ചുവെക്കാനും ഉയരപ്പാത എന്ന ആവശ്യത്തെ അട്ടിമറിക്കാനുമുള്ള കരുതിക്കൂട്ടിയുള്ള നീക്കമായാണ് നഗരസഭയും പ്രദേശവാസികളും ഇതിനെ കാണുന്നത്. മേൽനടപ്പാത നിർമ്മാണം നിർത്തിവെച്ച് ഉയരപ്പാത യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ചേർത്തല നിവാസികൾ. ചേർത്തല റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് NHന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തിയ സമയത്ത് തന്നെ ബോധ്യപ്പെട്ടതാണ് അവിടെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ 10,000-കണക്കിന് യാത്രക്കാർ അനുഭവിക്കാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച്. ഒട്ടനവധിയായിട്ടുള്ള ക്യാൻസർ രോഗികൾ, പ്രായമായ വൃദ്ധജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികളായവർ നിരന്തരം 10,000-കണക്കിന് ആളുകളാണ് ഈ റെയിൽവേ സ്റ്റേഷന് അഭയം തേടുന്നത്. ഒരു ദിവസം യാത്രാമാർഗത്തിനും ചികിത്സാമാർഗത്തിനും എല്ലാം, ജോലിക്കുൾപ്പെടെ. പക്ഷേ ഇത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ NHന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ യാത്രാമാർഗങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് റെയിൽവേയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരികയും ഇത് ചേർത്തല നഗരസഭയുടെ മാത്രം പ്രശ്നമല്ല, ഈ നാടിൻ്റെ പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് വരുന്ന നിലയിലേക്ക് അവരുടെ ശ്രദ്ധയെല്ലാം കൊണ്ടുവരാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം നിരാകരിച്ചുകൊണ്ട് റെയിൽവേയുടെ യാത്രാമാർഗം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, റെയിൽവേയിലേക്ക് വരുന്ന യാത്രക്കാരുടെ യാത്രാമാർഗം തടസ്സപ്പെടുത്തുന്ന നിലയിൽ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഒരു അണ്ടർപാസ് അല്ലെങ്കിൽ മേൽപ്പാലം എന്നുള്ള ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ NH അവിടെ തുടങ്ങിയതായിട്ടാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്.